നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസന്റെ ലൈഫിലുണ്ടായ ഒരു അത്യാഹിതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ തോമസ് ആൽവ എഡിസൺ ഉറക്കമുണരുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഗവേഷണശാലയിൽ നിന്ന് കത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചുള്ള രേഖകളും ഉപകരണങ്ങളെല്ലാം കത്തിച്ചാമ്പലായി. ഏകദേശം 20 ലക്ഷം ഡോളറിന്റെ നഷ്ടമാണ് ആ ദുരന്തം അദ്ദേഹത്തിന് വരുത്തിവെച്ചത്. നാട്ടുകാരെല്ലാം തന്നെ ഗവേഷണശാലയിലേക്ക് ഓടിയെത്തി. അക്കൂട്ടത്തില് തോമസ് ആൽവ എഡിസന്റെ മകനും ഉണ്ടായിരുന്നു. മകനെ നോക്കിയിട്ട് എഡിസൺ പറഞ്ഞു, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചിട്ട് വരും, കാരണം ഇങ്ങനൊരു കാഴ്ച ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. പിറ്റേ ദിവസം രാവിലെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും കത്തിക്കരിഞ്ഞ ഗവേഷണ രേഖകളുടെയും ചാമ്പൽ കൂനകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ 67-കാരനായ എഡിസൺ ഇപ്രകാരം പറയുകയുണ്ടായി: ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട്. എൻ്റെ എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിച്ചാമ്പലായി. ഇനി എനിക്ക് പുതിയ തുടക്കം തുടങ്ങാമല്ലോ എന്നാണ്. ഇതാണ് ഒരു യഥാർത്ഥ വിജയിയുടെ മനോഭാവം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണക്കൂട്ടലുകൾ തെറ്റും, പ്രതീക്ഷകൾ തകരും. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പരാജയങ്ങൾ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഇവയെല്ലാം തന്നെ ജീവിതത്തിലെ പുതിയ തുടക്കം കുറിക്കാനുള്ള ആഹ്വാനമായി കാണുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ നമ്മളെ തളർത്താൻ വേണ്ടിയല്ല, വളർത്താൻ വേണ്ടിയാണ്. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കി മാറ്റും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.